ഓക്കെ. സോ ഇതാണ് സെക്കൻഡ് എക്സ്പെരിമെൻ്റ്. അപ്പം സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൻ്റെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് എഴുതാം. സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ നമ്മൾ പമ്പ് ചെറുതായിട്ട് തുറന്ന് വിട്ടല്ലോ ആ ഒരു ഗ്യാപ്പ്. സോ എയർ ഗ്രാജുവലി റിമൂവ്ഡ്. പതുക്കെ എയറിനെ നമ്മൾ റിമൂവ് ചെയ്ത് വെക്കുകയാണ്. ആ സമയത്ത് എന്താ സംഭവിച്ചേ? ആ സമയത്ത് ലെസ് സൗണ്ട് ഇസ് ഹേർഡ്. സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ കുറവാണ്. ലെസ് സൗണ്ട് ഈസ് ഹേർട്ട്. കുറച്ച് സൗണ്ടേ നമുക്കവിടെ കേൾക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇനി അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കേസ് എന്തായിരിക്കും? മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ കുറച്ച് നേരം നമ്മളങ്ങ് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ള സർവ്വ എയറും ഈ ഒരു പമ്പ് സക്ക് ചെയ്ത് വെളിയിൽ കളഞ്ഞു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തില്ല? സൗണ്ട് എയർ എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. മൊത്തം എയറും എന്ത് ചെയ്തു? സക്ക് ചെയ്ത് വെളിയിൽ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇതിൽ എയർ ഇല്ല. എയർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് ജസ്റ്റ് എ വാക്വം അല്ലേ? വാക്വമാണ്, ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. ആ സമയത്തും ബെല്ലടിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് അടിക്കുന്നുണ്ട്. ബെല്ല് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വൈബ്രേഷൻ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സൗണ്ട് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ കേസിൽ, ലാസ്റ്റ് കേസിൽ വേണ്ടേ, ബെല്ല് അടിക്കുന്നുണ്ട്, പക്ഷേ അടിച്ചെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ്, ഇൻ കേസ് സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്താലും പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ട്. ആ സൗണ്ട് വേവ്സിന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വെളിയിൽ പോകാനായിട്ട് സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഏതൊരു സൗണ്ട് ആണെങ്കിലും ആ സൗണ്ടിന് എന്ത് വേണം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു മീഡിയം വേണം. സോ in order to propagate for a sound wave, it requires a medium. സോ ഒരു സോഴ്സിൽ നിന്നും ഒരു സൗണ്ട് ഉണ്ടായാൽ അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, പാസ് ചെയ്യാൻ ഒരു മീഡിയം കൂടിയേ തീരത്തുള്ളൂ. ഒരു മീഡിയം ഉണ്ടെങ്കിൽ അതിന് പോകാൻ പറ്റത്തുള്ളൂ. മീഡിയം എന്താണ്? എയറോ സോളിഡോ ലിക്വിഡ്. ഇപ്പം ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മളിവിടെ നോക്കിയപ്പം എയർ ആയിരുന്നു, പിന്നെ വാട്ടർ ആയിരുന്നു, പിന്നെ മെറ്റൽ ആയിരുന്നു. സോ എന്തെങ്കിലും ഒരു മീഡിയം വേണം. അത് ഏതാവണം ഇന്നതാവണം എന്നൊന്നുമില്ല. ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ ബെല്ലുണ്ടാക്കി ഈ സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യാൻ ഇവിടെ സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? കാരണം ഇത് വാക്വമാണ്. വാക്വം എന്ന് വെച്ചാൽ മീഡിയം ഇല്ലാത്തൊരവസ്ഥ. സോ അതുകൊണ്ട് തന്നെ സൗണ്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നേ ഇല്ല. നോ സൗണ്ട് പ്രൊഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് സൗണ്ട് കേൾക്കാനേ പറ്റത്തില്ല. മനസ്സിലായല്ലോ? സോ ഇതാണ് അടുത്ത ആ ഒരു കേസ്. മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ എന്താണ്? വാക്വമാണ്. വാക്വം. വാക്വത്തിൻ്റെ പ്രത്യേകത എന്താണ്? വാക്വ സമയത്ത് സൗണ്ട് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. നോ സൗണ്ട് ഇസ് ഹേർഡ്. ഓക്കെ, സോ ഇതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായേ? ഒരു മീഡിയം വേണം. എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് a material medium is necessary for the propagation of sound from one place to another. അപ്പം ഒരു പ്രൊപ്പഗേഷൻ വേണം. സൗണ്ട് വേവ്സ് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനായിട്ട് ഒരു മീഡിയം അവിടെ കൂടിയേ തീരത്തുള്ളൂ. ഒരു മെറ്റീരിയൽ മീഡിയം വേണം. ആ മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു മീഡിയം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ? അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണെങ്കിലും നല്ലതാണോ? അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് പ്രൊപ്പഗേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ആ സെലക്ട് ചെയ്യേണ്ട മീഡിയത്തിന് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? ഉണ്ട്. അതായത് ഒരു നല്ല മീഡിയത്തിന് നമ്മൾ ഈ താഴെ പറയാൻ പോകുന്ന അത്രയും കണ്ടീഷൻസ് വേണം. ദ മീഡിയം റിക്വയർഡ് ഫോർ propagation of sound must possess the following three properties. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വേണ്ടേ, നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഏത് എക്സ്പെരിമെൻ്റ്? ഇതല്ല. വെയിറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എന്താ നമ്മൾ ചെയ്ത്? ഇവിടെ റബ്ബർ എടുത്ത് ഇങ്ങനെ വലിച്ച് നീട്ടിയിട്ട് ഇങ്ങനെ ആക്കിയപ്പം ഇതിങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇതെന്ത് നേച്ചറാണ് കാണിക്കുന്നത്? ഇത് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ഇലാസ്റ്റിക് നേച്ചറല്ലേ കാണിക്കുന്നത്? ഇലാസ്റ്റിക്. സോ
സ്ട്രിങ് ഇലാസ്റ്റിക് ആണ്, അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വൈബ്രേറ്റ് നല്ല വൃത്തിക്ക് മേലോട്ട് താഴോട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മീഡിയമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ മീഡിയം ആകാൻ നല്ലൊരു മീഡിയം സെലക്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ ഒരു ക്രൈറ്റീരിയ ആണ് ദ മീഡിയം മസ്റ്റ് ബി ഇലാസ്റ്റിക്. ദ മീഡിയം മസ്റ്റ് ബി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഇലാസ്റ്റിക് ആയിരിക്കണം. ഓക്കെ, ഇനി അതേപോലെ വേണം അത് തന്നെ വെച്ച് നമുക്ക് ഇനിയും പറയാം. അതേ എക്സ്പെരിമെൻ്റ് എടുക്കാം. ഇനി ആദ്യം എന്തായിരുന്നു, ഇത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരുന്നു. പിന്നെ നമ്മളിത് കൊടുത്തപ്പം അത് സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരുന്നു. ഓക്കെ, ഇനി ആ മോഷനിൽ തന്നെ അത് റിമെയിൻ ചെയ്യും കുറച്ച്. ആദ്യം റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ റിമെയിൻ ചെയ്യും. എന്താ കാണിക്കുന്നത്, ഇനേർഷ്യ അല്ലേ. ഇനി നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പം അത് വീണ്ടും എന്ത് ചെയ്യുന്നു, മോഷനിൽ തന്നെ കുറേ നേരം റിമെയിൻ ചെയ്യുന്നു. ദ എബിലിറ്റി ഓഫ് എ ബോഡി ടു റിമെയിൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് മോഷൻ, അതിനെ വിളിക്കുന്ന പേരെന്താ, അതിനെ വിളിക്കുന്ന പേരല്ലേ ഇനേർഷ്യ. ഓക്കെ, അതിനെയല്ലേ ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. സോ ഇനേർഷ്യ ഉള്ളൊരു മെറ്റീരിയൽ ആയിരിക്കും എങ്കിൽ കുറേ നേരം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് അത് ആ സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്ത് കുറേ നേരം അങ്ങനെ ആ സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്ത് അതിനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ രണ്ടാമത്തെ ഇത് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്, ദ മീഡിയം മസ്റ്റ് ഹാവ് ഇനേർഷ്യ. ദ മീഡിയത്തിന് എന്തുണ്ടായിരിക്കണം, ഇനേർഷ്യ ഉണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മീഡിയം മസ്റ്റ് ഹാവ് ഇനേർഷ്യ. ഇനി ഒരു പോയിന്റും കൂടിയുണ്ട്, അതെന്താന്ന് നോക്കാം. അതാണ് ആ രണ്ട് പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ദ മീഡിയം ഷുഡ് ബി ഫ്രിക്ഷൻലെസ്. കാരണം ഫ്രിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ സംഭവിക്കുക, അവിടെ കുറച്ച് എനർജിയും കാര്യങ്ങളും വേസ്റ്റ് സംഭവിക്കും. അപ്പം ഫ്രിക്ഷൻ ഇല്ലാത്തൊരു മീഡിയമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആ സൗണ്ട് എനർജി ഒട്ടും തന്നെ വേസ്റ്റായി പോകുന്നില്ല. എല്ലാം തന്നെ എനർജി ലോസ് ഉണ്ടാവാതെ നമുക്ക് ആ ഒരു റിസീവറിലേക്ക് മീഡിയത്തിലൂടെ പാസ് ചെയ്ത് അതിന് സുഖമായിട്ട് എത്താനായിട്ട് സാധിക്കും. സോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരും, നല്ലൊരു മീഡിയത്തിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നല്ലൊരു മീഡിയത്തിൻ്റെ കണ്ടീഷൻ. ഒന്നെന്താണ്, അത് ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആയിരിക്കണം. രണ്ടെന്താണ്, അതിന് ഇനേർഷ്യ പൊസസ് ചെയ്യണം. മൂന്ന്, അതൊരു ഫ്രിക്ഷൻലെസ് മീഡിയം ആയിരിക്കണം. ഓക്കെ, ഇനി സൗണ്ടിന് എന്തിലൂടെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും, എന്തിലൂടെ പറ്റത്തില്ല എന്ന് നമുക്കറിയാം. എന്തിലൂടെ പറ്റില്ല, വാക്വം. സോ വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ ആർക്ക് പറ്റത്തില്ല, സൗണ്ട് വേവ്സിന് പറ്റത്തില്ല. വാക്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ കിട്ടും, നമ്മൾ മൂൺ, ഓക്കെ, ചന്ദ്രൻ, മൂണിനെ അറിയാലോ, ഇതെന്താണ്, ഇത് മൂണാണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ മൂണിൽ പോകുന്നു. അപ്പം ഇത് ഞാനാണ്. ഓക്കെ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇങ്ങനെ നാസ ഞങ്ങളെ മൂണിലേക്ക് വിട്ടു. ഓക്കെ, സോ മൂണിൽ ഞങ്ങളിങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ എന്തോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ, മൂണിലാണ് ഞാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ, ഓ പ്രശ്നമൊന്നുമില്ല, എനിക്ക് സംസാരിക്കാം. പക്ഷേ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, നേരെ വന്ന് അത് റിസീവറിലേക്ക് എത്തത്തില്ല. കാരണം എന്താണ്, കാരണം മീഡിയം ഇല്ല. ഇവിടെ എന്താ ഉള്ളത്, വാക്വമാണ്, എയർ ഇല്ല. സോ ദർ ഈസ് നോ മീഡിയം ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ സൗണ്ട് എനർജി അല്ലെ സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യത്തില്ല. കാരണം മൂണിൽ വാക്വമാണ്. അപ്പം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ഇല്ല. ഇൻ മൂൺ there is no medium for propagation of സൗണ്ടിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളൊരു മീഡിയം ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പം മുമ്പോട്ട് പോകുമ്പോൾ ക്രേറ്ററാണ് ഫുള്ള്, മൂണിൽ നിറച്ച് ക്രേറ്റേഴ്സാണ്. അപ്പം മുമ്പോട്ട് പോകല്ലേ, അവിടെ കുഴിയുണ്ട് എന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല, പുള്ളി അത് കേൾക്കില്ല. പുള്ളി എന്ത് ചെയ്യും, ഈ കുഴിയിൽ ചിലപ്പം വീണെന്നിരിക്കും മൂണിൽ. സോ അത് ശ്രദ്ധിക്കണം, മൂണിൽ പോകുന്ന സമയത്ത് ഈ ഒരു കാര്യം ഓർമ്മ വേണം. ഓക്കെ, ഇനി അതുപോലെ ഒരു കാര്യം കൂടി, അപ്പം എവിടെ പോകത്തില്ല എന്ന് നമുക്കറിയാം. എന്താണ്, സൗണ്ടിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാനുള്ള കഴിവില്ല. സൗണ്ടിന് അങ്ങനെയെങ്കിൽ സൊളിഡിലൂടെ ട്രാവൽ ചെയ്യാനുള്ള കഴിവുണ്ടോ, ഓഫ് കോഴ്സ്. നമ്മൾ കുറച്ച് മുമ്പ് എന്ത് ചെയ്ത് ഏതൊരു സ്ലൈഡിൽ നമ്മളിങ്ങനെ പറഞ്ഞതാ. ഓക്കെ, ട്രെയിൻ വരുന്നൊരു സ്ലൈഡ് ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതാണ്ട് ഇവിടെ ഈ റെയിൽ ട്രാക്ക് എന്ന് പറയുന്നത് എന്താണ്, സോളിഡാണ്. മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്, സോളിഡാണ്. ട്രാവൽ ചെയ്തോ, ഓഫ് കോഴ്സ് ട്രാവൽ നല്ല സ്പീഡിൽ തന്നെ ട്രാവൽ ചെയ്യും. കാരണം നമുക്ക് ട്രെയിൻ വരുന്നോ ഇല്ലയോ എന്ന് പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്യാത്, പണ്ട് കാലങ്ങളിൽ അതായത് ഞാൻ ഈ പറയുന്ന ഒരു 10,000 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ 1000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ യുദ്ധങ്ങൾ നടക്കുമല്ലോ, വാർ, ഈ ആൾക്കാർ വാളും പരിചയമൊക്കെ ആയിട്ട് ഇങ്ങനെ യുദ്ധത്തിനൊക്കെ പോകുമല്ലോ. അപ്പോൾ ആ സമയങ്ങളിൽ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില
ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനെ യുദ്ധം ചെയ്ത് 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 അടുത്തുള്ള ഇപ്പം നമ്മുടെ ഇപ്പം തിരുവനന്തപുരം, ഓക്കെ, തിരുവിതാംകൂർ നിർത്താം. തിരുവിതാംകൂറിൻ്റെ രാജാവിന് എവിടുന്നോ ഇൻഫർമേഷൻ കിട്ടി, ടിപ്പു സുൽത്താൻ കേട്ടുണ്ടോ, ടിപ്പു സുൽത്താൻ അടുത്തുള്ള അയൽ രാജ്യങ്ങൾ, അതായത് ഓണാട്ടുകര, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്, മാവേലിക്കര, ഓടനാട്, അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ കീഴടക്കി, മലബാറൊക്കെ കീഴടക്കി ഈ പറയുന്ന നമ്മുടെ തിരുവിതാംകൂറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി. പക്ഷേ എവിടെ എത്തി, അതായത് ടിപ്പു സുൽത്താൻ്റെ ആ ഒരു പടയുണ്ടല്ലോ, ആ ടിപ്പു സുൽത്താൻ്റെ പടയെന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ വരും, അതിൽ ഈ ആന, കുതിര, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം കുതിരകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പടം എവിടെ എത്തി എന്നറിയാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഒന്ന് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അന്നത്തെ അത്രയും നല്ല എന്താ പറയുക, ടെലിസ്കോപ്പും കാര്യങ്ങളൊന്നും അത്ര നല്ല കിടിലമായിട്ടുള്ളൊന്നും അക്കാലങ്ങളിലില്ല. അപ്പം ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇതാണ്ട്, ഇതാണ് തിരുവിതാംകൂർ, ഓക്കെ, ആൻഡ് ഇവിടുന്ന് ഇതാണ് നമ്മുടെ ബൗണ്ടറി എന്ന് വെച്ചോ, ട്രിവാൻഡ്രത്തിൻ്റെ. അപ്പം ഇവിടുന്ന് എന്ത് ചെയ്യാൻ പോവുക, ഈ പറയുന്ന ഹോഴ്സും ഇതൊക്കെ, ഹോഴ്സാണ്, ഹോഴ്സും ഒക്കെ ആയിട്ട് ടിപ്പു സുൽത്താൻ്റെ ആൾക്കാർ ഇങ്ങനെ ഓടി ഓടി വരിക. അപ്പം ഓടി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആ സമയത്ത് ടെലിസ്കോപ്പ് ഒന്നും വലുതായിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഫോർട്ടൊക്കെ ഉണ്ട്, ടവറൊക്കെ ഉണ്ട്, ഇതിൽ വലിയ ടവറൊക്കെ ഉണ്ട് നോക്കാനായിട്ട്. പക്ഷേ ഇവിടെ നിന്നിങ്ങനെ നോക്കിയാലും അങ്ങ് അത്ര ദൂരെ കാണാനായിട്ട് സാധിക്കത്തില്ല. അതിനുള്ള അത്രയും ഹൈ റേഞ്ചുള്ള ടെലിസ്കോപ്പ് ഒന്നും അന്നില്ല. ഇപ്പോൾ ഉണ്ട്, അന്നില്ല. അപ്പോൾ ഇവർ കണ്ണുകൊണ്ട് നോക്കിയാൽ വലുതായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. കാരണം ഇവിടെയൊക്കെ കാട് ഏരിയ. അപ്പോൾ ഈ കാടിൻ്റെ അകത്തൂടെ ഒക്കെ ആരെങ്കിലും വരുന്നോ ഇല്ലയോ എന്നൊന്നും കാണത്തില്ല. കാരണം മേളിൽ നോക്കിയാൽ കാടിൻ്റെ ഈ മേൽഭാഗമല്ലേ കാണത്തുള്ളൂ, ട്രീസിൻ്റെ ഒക്കെ. സോ ആരെങ്കിലും ഫോറസ്റ്റിലൂടെ ഒരു ആർമി വന്നാൽ പോലും നമ്മൾ അറിയത്തില്ല. ഓക്കെ, സോ അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ നമുക്ക് ഈ മേളിൽ നിന്ന് ഇങ്ങനെ ചെവി ഇങ്ങനെ ഓർക്കാം, അല്ല ഇവിടെ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഈ ടവറിൻ്റെ മേളിലൊക്കെ ഒരു ആളിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് ചെവി കൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കാം. അതായത് ഈ ആൾക്കാരിങ്ങനെ വരുന്ന ഈ ഒരു സൗണ്ട്, ഇങ്ങനെ ഈ സൗണ്ട് ഉണ്ടല്ലോ, അതായത് ഈ ഭൂമിയിൽ ഇങ്ങനെ ആഞ്ഞി കുതിരയൊക്കെ ഇങ്ങനെ ചവിട്ടുമ്പോൾ ഭയങ്കര സൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ടക്കട 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 അല്ലേ, ആ സൗണ്ട് ഇങ്ങനെ എയറിലൂടെ പുള്ളിയുടെ ചെവിയിലോട്ട് എത്തുന്നു എന്ന് സൂക്ഷിച്ചിങ്ങനെ കേൾക്കാം, ശ്രമിക്കാം. അല്ലെങ്കിൽ പക്ഷെ ഇങ്ങനെയല്ല ആൾക്കാർ ചെയ്യുന്നത്. അന്നത്തെ പഴയ ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമി ഉണ്ടല്ലോ, തറയിൽ പോയിട്ട് ഇവരിങ്ങനെ കിടക്കും. ഓക്കെ, അന്നത്തെ ഈ ഒരു സോൾജിയേഴ്സ് കിടക്കുമ്പം, അതായത് ഭൂമിയിൽ, ഇതാണിപ്പം ഭൂമി എന്നുണ്ടെങ്കിൽ, ഇതാണ് സർഫസ് എന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ഇങ്ങനെ ചെന്ന് കിടക്കും. കിടക്കുന്ന സമയത്ത് ഈ കുതിരകളുടെ ഈ ഒക്കെ സൗണ്ട് എന്ത് ചെയ്യാം, ഇവർക്ക് കേൾക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ രണ്ടാൾക്കാർ ഇവിടെ, ഒരാളോട് പറഞ്ഞ് രാജാവ് ഒരാളോട്, ഇപ്പം മാർത്താണ്ഡവർമ്മയാണെങ്കിൽ മാർത്താണ്ഡവർമ്മ 2 പട്ടാളക്കാരെ വിട്ടു ഈ സോൾജിയേഴ്സ് വരുന്നതെന്ന് അറിയാം. ഒരാളെ ടവറിൻ്റെ മേളിൽ നിർത്തിയിട്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞു. ടവറിൻ്റെ മേളിൽ, ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ ആളിനെ ഈ ഭൂമിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് പറഞ്ഞു. മൂന്നാമത്തെ ആളോട് ഇങ്ങനെ കിടന്നിട്ട് കേൾക്കാനായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 1ഉം 2ഉം ആൾക്കാർ എന്ത് ചെയ്യുക, കേൾക്കുന്ന മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ എയർ അല്ലേ. ഈ 1ഉം 2ഉം ആൾ എയറിലൂടെ കേൾക്കുന്നത്. അതിനേക്കാട്ടിലും നല്ല ക്ലാരിറ്റിയിൽ ക്ലിയർ ആയിട്ട് എന്താണ്ട് മൂന്നാമത്തെ അവൻ കേൾക്കും. കാരണം ഭൂമിയിലൂടെ, അതായത് സോളിഡിലൂടെ സൗണ്ട് വേഗം ട്രാവൽ ചെയ്യും. വെൻ കമ്പയർഡ് ടു എയർ, സോളിഡിലൂടെയാണ് വേഗം ഈ പറയുന്ന സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡ്യൂ ടു ദാറ്റ് റീസൺ ഈ മൂന്നാമത്തെ പുള്ളിക്കായിരിക്കും കുറച്ചുകൂടെ വേഗം പെട്ടെന്ന് എന്ത് കേൾക്കാനായിട്ട് സാധിക്കുന്നത്, ഈ എന്താ പറയുക, ആൾക്കാരൊക്കെ വരുന്നതായിട്ട് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെക്കാട്ടിൽ പെട്ടെന്ന് ഈ മൂന്നാമത്തെ ആൾ അത് കേട്ടിട്ട് നേരെ പോയി രാജാവിന് റിപ്പോർട്ട് ചെയ്യും. രാജാവ് എന്തെങ്കിലും അപ്രിസിയേഷനോ ഗോൾഡ് കോയിനോ എന്തൊക്കെ കൊടുത്ത് ഈ പുള്ളി ഹാപ്പി ആക്കും, എടുക്കാൻ വാല്യുബിൾ ഇൻഫർമേഷൻ ആണെന്ന് പറയും. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും അയ്യോ എന്ന് പറഞ്ഞിരിക്കും. കാരണം എന്താ, മൂന്നാമത്തെ ആളിനറിയാം സൗണ്ട് വന്നിട്ട് സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റർ ഇൻ സോളിഡ് ദാൻ ഇൻ എയറേക്കാട്ടിലും സ്പീഡിൽ സോളിഡിലൂടെ ആയിരിക്കും സൗണ്ട് നല്ല വേഗത്തിൽ ട്രാവൽ ചെയ്യുന്നതെന്നുള്ള കോൺസെപ്റ്റ് ഈ പുള്ളിക്കറിയാം. അതുകൊണ്ട് ഈ കോൺസെപ്റ്റ് ജയിച്ചു. ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഈ റെയിൽവേ ട്രാക്കിൽ എന്ത്, നമ്മൾ നേരത്തെ റെയിൽവേ ട്രാക്ക് ഇതേപോലെ തന്നെ നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്നു, ട്രെയിൻ അങ്ങ് വരുന്നു, കാണുന്നില്ല. കാരണം റെയിൽവേ ട്രാക്ക് എല്ലാം നേരെയല്ല, വളഞ്ഞൊക്കെയല്ലേ. അപ്പം കണ്ണുകൊണ്ട് നോക്കി കാണത്തില്ല വളവിനപ്പുറത്ത് ട്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ചെവി കൊണ്ട് കേൾക്കാം, ചെവി കൊണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ചെവി കൊണ്ട് ഇങ്ങനെ കേട്ട് നോക്കാം, പക്ഷേ സൂക്ഷിച്ച്, പക്ഷെ അപ്പോഴും കേൾക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ റെയിൽവേ ട്രാക്കിൻ്റെ ഈ ഒരു റെയിൽ പാളം ഉണ്ടല്ലോ, ഈ സ്റ്റീല്, അവിടെ നമ്മൾ ചെവി വെച്ചൊന്ന് നോക്കണം. വെച്ച് നോക്കുമ്പം ഈ ട്രെയിൻ വരുന്ന സൗണ്ട് ഇവിടെ കേൾക്കാൻ പറ്റും. കാരണം എന്താ, സെയിം കോൺസെപ്റ്റ്, സോളിഡിലൂടെ ട്രാവലിംഗ് പെട്ടെന്ന് ചെയ്യും വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്,
ഇത് വേറെയാണ്, സോറി. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫോം ഓഫ് എനർജിയാണ്. ആ സെൻസേഷനെയാണ് നമ്മൾ സൗണ്ട് എന്ന് പറയുന്നത്. അതിന് 3 കാര്യങ്ങൾ വേണം: സോഴ്സ്, മീഡിയം, റിസീവർ. അങ്ങനെ 3 കാര്യങ്ങൾ വേണം. ഇനിയും വൈബ്രേഷൻ ചെയ്താണ് മെക്കാനിക്കൽ എനർജി വൈബ്രേറ്റ് ചെയ്ത് അങ്ങനെയാണ് സൗണ്ടും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. കുറേ എക്സ്പെരിമെൻറ്റ് നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ ഈ ഒരു ലാസ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തു, അല്ലേ? എപ്പോഴും ഒരു വാക്കത്തിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യത്തില്ല, ഒരു മീഡിയം വേണം, അതെന്തും ആകാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്കും നമ്മൾ എത്തി. അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ.